രുദ്രാക്ഷം. എന്നാൽ ദുഃഖം. ദുഃഖത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് രുദ്രാക്ഷത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ധർമ്മം. അതിൽ ആറുമുഖ രുദ്രാക്ഷം, ആറുമുഖങ്ങളുള്ള രുദ്രാക്ഷത്തെയാണ് ആറുമുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത്. ആറുമുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് കാർത്തികേയനാണ്. സേനാനായകനായിട്ടുള്ള കാർത്തികേയനാണ് ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത്. ജ്ഞാനം വർദ്ധിക്കുകയും മത്സരബുദ്ധി ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആറുമുഖ രുദ്രാക്ഷം ധരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ആറുമുഖ രുദ്രാക്ഷം ധരിക്കേണ്ടവർ മാനേജർമാർ, സൂപ്പർവൈസർമാർ, കോടതി വ്യവഹാരമായിട്ടുള്ള ഇതിലൊക്കെ വിജയം കൈവരിക്കാൻ ആഗ്രഹമുള്ളവർ, പുതിയ വ്യക്തിബന്ധങ്ങൾ നല്ല രീതിയിൽ സ്ഥാപിച്ചെടുക്കുവാനൊക്കെ ആയിട്ട് ആറുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ വിവേകവും കാര്യശേഷിയും സാമർഥ്യവും ഇച്ഛാശക്തിയും മുരുകഭഗവാന്റെ അനുഗ്രഹവും കിട്ടാനായിട്ട് ആറുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. പിന്നെ അധിപഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. ആറുമുഖ രുദ്രാക്ഷത്തിൻ്റെ അധിപഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആറുമുഖ രുദ്രാക്ഷം വേണ്ടവർ വിളിക്കുക, മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ ഓരോ രുദ്രാക്ഷത്തിൻ്റെയും പ്രാധാന്യവും അതിൻ്റെ ധർമ്മവും എന്താണെന്നുള്ളതെല്ലാം ഓരോ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ.